ബാർക്കോഴ കേസിൽ തുടരന്വേഷണം നടത്താൻ തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഉത്തരവ്. തുടരന്വേഷണം വേണമെന്ന SP R സുഗേശന്റെ ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിട്ടത്. ബാർക്കോഴ കേസ് അട്ടിമറിച്ചതിനു പിന്നിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡിയാണെന്ന ഗുരുതരമായ ആരോപണം ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന SP സുഗേശൻ കോടതിയെ സമീപിച്ചത്. കേസ് ഡയറിയിൽ കൃത്രിമത്വം ചെയ്യാൻ ശങ്കർ റെഡ്ഡി നിർബന്ധിച്ചുവെന്നും കൃത്യമായ അന്വേഷണം നടത്താൻ തനിക്കായില്ലെന്നും സുഗേശൻ ഹർജിയിൽ വ്യക്തമാക്കുന്നു. ധനമന്ത്രിയായിരുന്ന KM മാണിക്കെതിരെ കുറ്റപത്രം വേണമെന്ന രണ്ടാം വസ്തുതാന്വേഷണ റിപ്പോർട്ട് ശങ്കർ റെഡ്ഡി അംഗീകരിച്ചില്ലെന്നും ഹർജിയിൽ സുഗേശൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ശങ്കർ റെഡ്ഡിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തി മാണിയെ കുറ്റവിമുക്തനാക്കി റിപ്പോർട്ട് നൽകേണ്ടി വന്നതെന്നും ഹർജിയിൽ സുഗേശൻ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ DYSP നജ്മുൽ ഹസൻ തുടരന്വേഷണം നയിക്കും. വിജിലൻസ് ഇപ്പോൾ കൂട്ടിലിട്ട തത്തയല്ലെന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്നും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. അതേസമയം കേസിൽ ഒളിഞ്ഞും തെളിഞ്ഞും മുൻ ഡയറക്ടർ ഇടപെട്ടുവെന്നാണ് കേസ് ഡയറിയിൽ നിന്നും വ്യക്തമായതെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കി. ബാർക്കോഴ കേസിന്റെ തുടരന്വേഷണത്തിൽ നിന്നും തന്നെ ഒഴിവാക്കി തരണമെന്ന് SP സുഗേശൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് 1 DYSP നജ്മുൽ ഹസൻ അന്വേഷണ സംഘ തലവനായത്. ഇപ്പോൾ വിജിലൻസ് കൂട്ടിലിട്ട തത്തയല്ലെന്നും കേസിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്നും വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് പറഞ്ഞു. കൂട്ടിലിപ്പോൾ തത്തയല്ലല്ലോ, എൻ്റെ പണി അഴിമതി അവസാനിപ്പിക്കാനുള്ള നടപടികളെടുക്കുക എന്നുള്ളതാണല്ലോ. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ശക്തമായ അന്വേഷണം തീർച്ചയായിട്ടും നടത്തും. കേസന്വേഷണ ഘട്ടത്തിൽ മുൻ വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി ഇടപെട്ടിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: പവർഫുൾ സ്ഥാനത്ത് ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധ തടസ്സങ്ങളും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. കേസ് ഡയറിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇതിന് മറുപടി എഴുതിയിട്ടുണ്ട്. കേസ് ഡയറി കോടതിയിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പിന്നിലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരവാണ്. കേസന്വേഷണ ഘട്ടത്തിൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാതിരിക്കാനുമാണ് ആരോപണ വിധേയരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുന്നത്. എന്നാൽ ബാർ കേസിന്റെ കാര്യത്തിൽ ഇത് ഉണ്ടായിട്ടില്ലെന്നും ജേക്കബ് തോമസ് പറയുന്നു. ഏതായാലും നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായ അന്വേഷണം തന്നെ ബാർ കേസിന്റെ തുടരന്വേഷണത്തിൽ നടക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്നാണ് ബാർ കേസ് അട്ടിമറിക്കപ്പെട്ടത് എന്ന ആരോപണം ശരിവെക്കുന്നതാണ് സുഗേശന്റെ പുതിയ വെളിപ്പെടുത്തൽ സൂചിപ്പിക്കുന്നത്. ബാർ കേസ് അന്വേഷിക്കുന്നതിനിടയിൽ താൻ ആത്മഹത്യയെപ്പറ്റി പോലും ചിന്തിച്ചിരുന്നതായി SP R സുഗേശൻ പീപ്പിളിനോട് വെളിപ്പെടുത്തിയിരുന്നു. ബാർക്കോഴ കേസിന്റെ അന്വേഷണ മൂർധന്യത്തിൽ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ SP R സുഗേശൻ പീപ്പിളിനോട് പറഞ്ഞത് ഇങ്ങനെ: അയ്യോ, അതൊക്കെ എന്നെ കുറിച്ച് അത് സാറേ, അത് അവരാണ് ചെയ്യേണ്ടത്. അങ്ങനെ അത്ര അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എത്ര പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും? 6 മാസമായിട്ട് ഊണില്ല, ഉറക്കമില്ല, വീട്ടിൽ പോകാറില്ല, 10 മണി. വിൻസെന്റ് അമ്പോൾ അടക്കമുള്ള മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെയായിരുന്നു സുഗേശൻ ഇങ്ങനെ വെളിപ്പെടുത്തിയത്. ഈ സാഹചര്യത്തിലാണ് ADGP റാങ്കിലുണ്ടായിരുന്ന N ശങ്കർ റെഡ്ഡി വിജിലൻസ് ഡയറക്ടറായി ചുമതലയേൽക്കുന്നത്. ബാർ ഉടമകളുമായി സുഗേശൻ ഗൂഢാലോചന നടത്തിയാണ് KM മാണിക്കെതിരായ തെളിവുണ്ടാക്കിയത് എന്ന വിചിത്രമായ കണ്ടെത്തലും ഇതിനിടയിൽ ശങ്കർ റെഡ്ഡി കണ്ടെത്തി. സുഗേശന്റെ ഫോൺ കോൾ രേഖകളടക്കം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചെങ്കിലും സുഗേശനെ ക്രൈംബ്രാഞ്ച് ഒടുവിൽ കുറ്റവിമുക്തനാക്കി. ഇതോടെയാണ് രണ്ടും കൽപ്പിച്ച് തൻ്റെ മേലുദ്യോഗസ്ഥർക്കെതിരെ നീങ്ങാനും കോടതിയെ സമീപിക്കാനും സുഗേശൻ തീരുമാനിച്ചത്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി തൻ്റെ പഴയ മേലുദ്യോഗസ്ഥൻ ജേക്കബ് തോമസ് ഡയറക്ടറായി വിജിലൻസിലെത്തിയതും സുഗേശന് മാനസിക പിന്തുണ വർദ്ധിപ്പിച്ചു. സുഗേശന്റെ വെളിപ്പെടുത്തലും തുടർ കോലാഹലങ്ങളും സൂചിപ്പിക്കുന്നത് ബാർക്കോഴ അട്ടിമറിക്ക് പിന്നിൽ വിജിലൻസിന്റെ ഉന്നതരുമുണ്ടായിരുന്നു എന്നതാണ്. S ജീവൻകുമാർ, തിരുവനന്തപുരം. ബാർക്കോഴ കേസിൽ KM മാണിക്കെതിരെ തുടരന്വേഷണം നടത്താനുള്ള വിജിലൻസ് കോടതി ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള പ്രമുഖ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. ഏത് അന്വേഷണവും നടക്കട്ടെ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, എന്ത് അന്വേഷണവും നടത്തിക്കോട്ടെ, ഒരു തുറന്ന പുസ്തകമാണ്. എനിക്കതിൽ ഒരു ഇതുമില്ല. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു, ഞാനതുമായി സഹകരിക്കും. കോടതിയിലിരിക്കുന്ന കാര്യമായിട്ട് ഞാൻ അതിലേക്ക് കടക്കണം. ബാർക്കോഴ കേസ് ഗൗരവമായി അന്വേഷിക്കണമെന്ന നിലപാടാണ് നേരത്തെ തന്നെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം സ്വീകരിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ നേരത്തെയുള്ള അന്വേഷണങ്ങളിൽ അപാകതയുണ്ട് എന്ന് ഞങ്ങൾ ഗവൺമെൻറ്റിലെത്തുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ കോടതി അത് ചൂണ്ടിക്കാണിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. അത് ശരിയാണെങ്കിൽ ശരിയായ നിലപാട് കോടതി എടുക്കുന്നു എന്നാണത് കാണിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കോടതിയുടെ പ്രതികരണത്തെ കൂടി പരിഗണിച്ചുകൊണ്ട്
അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതെല്ലാം പരിഗണിച്ച് ഗവൺമെന്റ് സാധ്യമായ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി ആദ്യം തൊട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമായിരുന്നു. കാര്യം ആദ്യത്തെ സുകേഷിന്റെ റിപ്പോർട്ടുകൾ അന്വേഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അവസാനം അതിന്റെ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് സുകേഷിനെതിരെയല്ല എന്ന് ആ ഭാഷ കാണുമ്പോൾ തന്നെ സാധാരണ ഭാഷ വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകുന്ന വളരെ രണ്ട് ലാംഗ്വേജിൽ വളരെ വ്യത്യസ്തമായ ലാംഗ്വേജ് ആണ്. സുകേഷിന് എഴുതുന്ന വളരെ സിമ്പിൾ ഇംഗ്ലീഷിലാണ് കാര്യങ്ങൾ എഴുതുന്നത്, മറ്റൊരു വളരെ ഒരു സാഹിത്യ രൂപത്തിലുള്ള ഒരു ഇംഗ്ലീഷായിരുന്നു വന്നത്. അപ്പൊ ഇത് രണ്ടും വായിക്കുമ്പോൾ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറയേണ്ടി വരും. ഒരു ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ തന്നെ തിരിച്ചും മറിച്ചും പറയുന്നു. ദാറ്റ് എഫക്ട്സ് ദി ക്രെഡിബിലിറ്റി ഓഫ് ദി ഒഫീഷ്യൽ കൺസേൺഡ്. ആ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസ്യത എത്രമാത്രമുണ്ട്? ആ ഉദ്യോഗസ്ഥൻ പറയുന്ന അതേപടിക്ക് എടുക്കാൻ കേരളീയ സമൂഹം തയ്യാറാകും. മാണിയെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു അഴിമതി കേസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടി നടത്തിയ നിഗൂഢ ശ്രമമാണ് ഇപ്പോൾ. കേസിൽ സുകേശൻ്റെ വെളിപ്പെടുത്തലുകൾ വളരെ ഗൗരവമേറിയതാണ്. ഒട്ടേറെ ദുരൂഹതകൾ ഈ കേസ് അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് നേരായ വഴിക്ക് തന്നെ ഈ കേസ് മുന്നോട്ടേക്ക് പോകണം. കുറ്റം ചെയ്തവർ ആരായിരുന്നാലും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുവാൻ നടത്തുന്ന ഏതൊരു ശ്രമവും സ്വാഗതാർഹം തന്നെയാണ്. കാരണം അതെല്ലാം കോടതി പരിശോധിക്കണം. ആരെല്ലാം സമ്മർദ്ദം ചെലുത്തിയാൽ റിപ്പോർട്ട് മാറ്റി എഴുതുന്ന ആളുകളാണെങ്കിൽ അവരെ തന്നെ ഈ തുടരന്വേഷണം ഏൽപ്പിച്ചാൽ എത്രമാത്രം ശരിയാകുമെന്ന് കോടതി പരിശോധിക്കേണ്ട കാര്യമാണ്. അത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെങ്കിൽ അതാവാം, അല്ല മറ്റുള്ളവർ പങ്കുണ്ടെങ്കിൽ അന്വേഷണം നിഷ്പക്ഷവും സുതാര്യമായി നടത്തുന്നതിന് നമ്മൾ അനുകൂലിക്കുന്നു. ഞാൻ എന്താണ് കോടതിയുടെ ഇതെന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ഞാൻ പ്രതികരിക്കും. അല്ല, ഈ സുകേശൻ പറയുന്നത് ശങ്കർ റെഡ്ഡി കേസ് അട്ടിമറിച്ചു എന്നാണ്. അതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് സുകേശന്റെ വെറും ആരോപണം മാത്രമാണ്. സുകേശനല്ല ഇത് എല്ലാം എഴുതി കൊടുത്തിട്ടുള്ളത്. 2 പ്രാവശ്യവും എഴുതി കൊടുത്തിട്ടുള്ള അദ്ദേഹമാണ്. തിരികെ വാർത്തകളിലേക്ക്. പാമോലിൻ കേസിൽ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ചീഫ് സെക്രട്ടറി PJ തോമസ് നൽകിയ വിടുതൽ ഹർജി തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി തള്ളി. കേസിലെ 8ാം പ്രതിയായ PJ തോമസിന്റെ ആവശ്യം തള്ളിക്കൊണ്ടാണ് നടപടി. പാമോലിൻ ഇറക്കുമതിയിലെ അഴിമതിക്കുള്ള ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു PJ തോമസിന്റെ വാദം. കേസിൽ TH മുസ്തഫ ഉൾപ്പെടെ 5 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. എയ്ഡഡ് കോളേജ് പ്രവേശനത്തിന് തലവരി വാങ്ങിയാൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തലവരി വാങ്ങുന്നത് അഴിമതിയായി കണക്കാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ഡിഗ്രി കോഴ്സിൽ ചേരുന്നതിനടക്കം ലക്ഷമൊക്കെ വാങ്ങുന്ന മാനേജ്മെൻറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കും. ഇതൊരു അപകടകരമായ മാറ്റമാണ്. കൃത്യമായ അഴിമതിയാണത്. നേരത്തെയും കുട്ടികൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെയും മാനേജ്മെൻറ്റ് കുട്ടികളെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അന്നൊന്നും കുട്ടികളിൽ നിന്ന് ലക്ഷങ്ങൾ ആരും വാങ്ങിയിട്ടില്ല, ഒരു പയ്യും വാങ്ങിയിട്ടില്ല, ഒരു പൈസ വാങ്ങിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ പൈസ കൊടുക്കേണ്ടതില്ല എന്നൊരു ബോധത്തിലേക്ക് ആദ്യം നമ്മുടെ നാടെത്തണം. അത് കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റായ കാര്യമാണ് എന്ന പൊതുബോധത്തിലേക്ക്. വാർത്തകളിലേക്ക്. തെരുവുനായ പ്രശ്നത്തിൽ പ്രശാന്ത് ഭൂഷണ് മുഖ്യമന്ത്രിയുടെ കത്ത്. പ്രശാന്ത് ഭൂഷന്റെ പ്രതികരണം ആശ്ചര്യമുളവാക്കുന്നതാണ്. നായശല്യം കാരണം കേരളത്തിൽ പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. നായപ്രശ്നം പരിഹരിക്കാൻ നിയമനിർമ്മാണത്തിന് പദ്ധതിയുണ്ടെന്നും മുഖ്യമന്ത്രി കത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി KG ദിനകർ ചേരുന്നു. ദിനകർ, എന്തൊക്കെയാണ് കത്തിലെ വിവരങ്ങൾ? സ്വാമി, തെരുവുനായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രശാന്ത് ഭൂഷന്റെ പ്രസ്താവനയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകിയുണ്ടായി. ജനജീവിതം ദുസ്സഹമാക്കി വർദ്ധിച്ചു വരുന്ന തെരുവുനായ ശല്യത്തെ നേരിടാനുള്ള കേരള സർക്കാരിന്റെ ഇടപെടലുകളെ കുറിച്ച് പ്രശാന്ത് ഭൂഷൺ നടത്തിയ പരാമർശങ്ങൾ ആശ്ചര്യം ഉളവാക്കുന്നു. കേരളത്തിൽ ഉടനീളം നായ്ക്കളെ ഒന്നാകെ കൊന്നൊടുക്കുന്നു എന്ന തരത്തിൽ തെറ്റിദ്ധാരണാജനകമായി വന്ന വാർത്തകളാൽ പ്രശാന്ത് ഭൂഷണെ പോലൊരു പ്രമുഖ വ്യക്തി സ്വാധീനിക്കപ്പെട്ടത് ദൗർഭാഗ്യകരമാണ്. എന്നാൽ യഥാർത്ഥ വസ്തുത ഇതല്ല എന്ന് താങ്കളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തെരുവുനായ ശല്യം നേരിടാൻ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഒരു യോഗം വിളിച്ചിരുന്നു എന്നത് വസ്തുതയാണ്. എന്നാൽ നായ്ക്കളെ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഈ യോഗത്തിൽ നടന്നിട്ടില്ല. ഒരു മുതിർന്ന സ്ത്രീയെ തെരുവുനായ കടിച്ചു കൊന്ന സംഭവത്തിന് ശേഷം കൂടിയ ഈ യോഗത്തിൽ അപകടകാരികളായ തെരുവുനായ്ക്കളെ സെപ്റ്റംബർ 1 മുതൽ വന്ധ്യംകരണം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. നിയമം അനുശാസിക്കുന്ന എല്ലാ മുൻകരുതലുകളോടും കൂടി പരിശീലനം സിദ്ധിച്ച മൃഗഡോക്ടർമാർ വന്ധ്യംകരണം നടത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു നിയമനിർമ്മാണത്തിനും പദ്ധതിയുണ്ട്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവന് വില കൽപ്പിച്ചും 1960 നിയമത്തിനും 2015 നവംബറിലെയും 2016 മാർച്ചിലെയും സുപ്രീം കോടതി വിധികൾക്കും അനുസൃതമായും നിയമനിർമ്മാണം നടത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ സംസ്ഥാനത്ത് ആശാസ്യമല്ലാത്തതൊന്നും നടക്കുന്നില്ല എന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
തെരുവുനായ പ്രശ്നത്തിൽ പ്രശാന്ത് ഭൂഷണ് മുഖ്യമന്ത്രിയുടെ കത്ത്. വിവരങ്ങളാണ് KG ദിനകർ നൽകിയത്. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. തൃശൂരിൽ 6 മാസം പ്രായമായ കുഞ്ഞിന് കടിയേറ്റു. കുത്താമ്പുള്ളി ചാമുണ്ടി നഗറിൽ വിനോദിന്റെ മകൾ താരയ്ക്കാണ് കടിയേറ്റത്. 3 വയസ്സുകാരൻ ആദർശ്, 45-കാരനായ മുരളീകൃഷ്ണൻ എന്നിവർക്കും കടിയേറ്റു. വീട്ടുമുറ്റത്തിരുത്തി കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിനിടെ കുഞ്ഞിനുമേൽ നായ ചാടി വീഴുകയായിരുന്നു.